കോൺഗ്രസിനകത്ത് ദേശീയ തലത്തിൽ തന്നെ വൻ വെടിപൊട്ടലുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ അഹമ്മദ് പട്ടേലിൻ്റെ മകൻ ഉന്നയിച്ചിരിക്കുന്നത്. സോണിയയും രാഹുലും മാറണം എന്ന് വരെ പറഞ്ഞിരിക്കുന്നു. ഇവർക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് നരേന്ദ്രമോദി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനകത്ത് പിളർപ്പുണ്ടാകാൻ പോവുകയാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നതല്ലേ. ഏതാണ്ട് അതിൻ്റെ തുടക്കമാണിത്. അദ്ദേഹം കാലേകൂട്ടി എല്ലാം കണ്ടല്ലേ പറയുള്ളൂ. നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമായി ഭവിക്കാൻ പോവുകയാണ്. കാരണം ഇത് കർണാടകയിൽ നിന്ന് ആരംഭിക്കുമോ, ഗുജറാത്തിൽ നിന്ന് ആരംഭിക്കുമോ, അതോ ഇനി ബീഹാറിൽ നിന്ന് ആരംഭിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ബീഹാറിലൊന്നും ഒന്നും അവശേഷിച്ചിട്ടില്ല, എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അസംതൃപ്തരാണ്, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും. അപ്പോൾ ഈ അസംതൃപ്തി പുകയുന്നത് അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോയേ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയമായി ഒത്തിരി നാൾ ജീവിതം ചെലവഴിച്ചിട്ട് ഇനി പോയി വനവാസത്തിന് പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്കൾ പറഞ്ഞ പോലെ ശശി തരൂരിനെ അനുകൂലിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ രാഹുൽ സോണിയ ടീമിനേക്കാൾ അല്ലെങ്കിൽ ആ കുടുംബത്തേക്കാൾ 25 ഇരട്ടി ബെറ്ററാണ് ശശി തരൂരെന്ന് ഫൈസൽ പട്ടേൽ പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരേണ്ടത്, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ തരൂരിന് 25 ഇരട്ടി യോഗ്യത ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡർ സ്ഥാനത്ത് നിന്നൊക്കെ മാറണം എന്നാണ് പറയുന്നത്. ഈ കുടുംബം കോൺഗ്രസിന്റെ എല്ലാ ഉയർച്ചയും തകർത്ത് കളഞ്ഞു, അവിടെ നിന്ന് പുറത്തോട്ട് പോകണം. അല്ലെങ്കിൽ വലിയ ദുരന്തം കോൺഗ്രസിന് സംഭവിക്കും. ഇനി ഒരു ദുരന്തവും സംഭവിക്കാനില്ല, ഇത് ലിക്വിഡേറ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നേരത്തെ കർണാടകയുടെ കാര്യം പറഞ്ഞപ്പോൾ വീരപ്പ മൊയ്ലി പറഞ്ഞു, എന്ത് പ്രശ്നമുണ്ടായാലും ഉടൻ സോണിയാജി ഇരിക്കുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുമായിരുന്നു. സോണിയാജി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന തീരുമാനം ആരിൽ നിന്നാണ്? ഈ അഹമ്മദ് പട്ടേലിൽ നിന്നാണ്. അഹമ്മദ് പട്ടേൽ നല്ല രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങളും അദ്ദേഹം മാനേജ് ചെയ്യുമായിരുന്നു. സോണിയാജിക്ക് ഒന്നും വേണ്ട, യെസ് എന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അവിടെ ഇന്ന പ്രശ്നമുണ്ട്, നമുക്ക് ഇന്നൊക്കെയാണ് അവിടുത്തെ ഗ്രൂപ്പുകൾ, വിഭാഗങ്ങൾ എല്ലാം ഉള്ളത്. അപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കണം, അത് ഇന്ന ഡിസിഷൻ എടുക്കണം, ഓക്കെ അത്രയും പറഞ്ഞാൽ മതി, ഉടനെ അവിടെ ഡിസിഷനായി. ഇപ്പോൾ കർണാടകയിലും അതുപോലെ ഡിസിഷൻ വന്നേനെ. പക്ഷേ ആ ഡിസിഷൻ വരാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഉപദേശം കൊടുക്കാൻ ആളില്ല. KC വേണുഗോപാലിന് അത്ര ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ അഡ്വൈസ് അദ്ദേഹം വിലക്കൊള്ളുന്നില്ലായിരിക്കാം. KC വേണുഗോപാൽ കേരളത്തിൽ നോട്ടൗട്ട് നിൽക്കുക. ഇവിടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തെങ്കിലും വകുപ്പുണ്ടോ എന്നാണ് നോക്കുന്നത്. കാരണം പലരും പറയുന്നത് കോൺഗ്രസ്സിന് ഇനി മുഖ്യമന്ത്രിയാകാൻ അധികം സമയം കിട്ടിയെന്നിരിക്കില്ല, സൗകര്യം കിട്ടിയെന്നിരിക്കില്ല. അപ്പോൾ ഇതൊരു ലാസ്റ്റ് ബസ്സാണ്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ മന്ത്രിസഭ ഉണ്ടാക്കണം, മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ കൂടാരം ഇപ്പോൾ നീങ്ങുന്നത്. എന്തായാലും ഫൈസൽ പട്ടേൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസ് ഈ രീതിയിൽ പോയാൽ തോറ്റു തുന്നം പാടും. മാത്രമല്ല അദ്ദേഹം രാഹുൽ ഗാന്ധിയെ വളരെയധികം വിമർശിച്ചിരിക്കുകയാണ്. ട്രംപിന് പറയാം ഇന്ത്യ ഡെഡ് എക്കോണമിയാണെന്ന്, ഇവിടുത്തെ ഓപ്പോസിഷൻ ലീഡർക്ക് എങ്ങനെ പറയാൻ പറ്റും? വളരെ ശക്തമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതൊരു കോൺഗ്രസിനകത്ത് നിന്നൊരാൾ ചോദിക്കുന്നത് ഭയങ്കര ഇതാണ്. പിന്നെ അദ്ദേഹം വേദനയോടുകൂടി പറഞ്ഞു, സോണിയാഗാന്ധിയുടെ വലങ്കയായിരുന്നു എൻ്റെ പിതാവ്. പിതാവ് മരിച്ചപ്പോൾ അമ്മയെ വിളിച്ചൊരു ആശ്വാസവചനം പോലും പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി ഭാരത് ചോഡോ യാത്ര നടത്തിയപ്പോൾ എന്നെ ഒന്ന് കണ്ടിട്ട് പോയി, പക്ഷേ അമ്മയെ പോലും ഒന്ന് കാണാൻ മെനക്കെട്ടില്ല, തയ്യാറായില്ല. അവരൊക്കെ എന്നും ഒന്നിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് പല കാര്യങ്ങളിൽ സോണിയ ഉൾപ്പെടെയുള്ളവരോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്യുന്നത് രാഹുൽ കണ്ടിട്ടുള്ള ആളാണ്. എന്നിട്ട് പോലും അമ്മയെ ഒന്ന് കാണാൻ അദ്ദേഹത്തിന് തോന്നിയില്ല എന്നാണ് ഇപ്പോൾ ഫൈസൽ പട്ടേൽ പറഞ്ഞത്. ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നമ്മൾ നോക്കിയാലേ കോൺഗ്രസിനകത്ത് ഇത്തരത്തിലുള്ള വലിയ ചോദ്യം ചെയ്യലുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടായി തുടങ്ങിയത്. അതിന് കാരണം ഇപ്പം പരാജയങ്ങളുടെ സെഞ്ചുറിയിലേക്കാണ് പോകുന്നത്. 95 പരാജയമായി രാഹുൽ ഗാന്ധി ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം. മഹാരാഷ്ട്രയിലെ, ഹരിയാനയിലെ, ബീഹാറിലെ, അതെ, അങ്ങനെ 95 തെരഞ്ഞെടുപ്പുകളിൽ, വിവിധ തെരഞ്ഞെടുപ്പുകളിൽ, അസംബ്ലിയിലേക്കുള്ളത്, നിയമസഭയിലേക്കുള്ളത്, ഉപതെരഞ്ഞെടുപ്പുകൾ, ഇങ്ങനെ നോക്കിയാൽ 95 തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ് ഏതാണ്ട് 20 വർഷമായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. 2003 മുതൽ നോക്കിക്കഴിഞ്ഞാൽ ആ പരാജയം. അപ്പോൾ 2003 അദ്ദേഹത്തിന് ഔദ്യോഗിക പദവി ഇല്ലായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ഒരു AICC മെമ്പറെ പോലെ, പ്രസിഡന്റിനെ പോലെയാണ് ആക്ട് ചെയ്തിരുന്നത്. ആ കാലഘട്ടം മുതൽ വന്ന പരാജയങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയെ വല്ലാതായി കഴിഞ്ഞു. 13 സംസ്ഥാനങ്ങളിൽ അദ്ദേഹം കയറുമ്പോൾ 15 സംസ്ഥാനങ്ങളിലെ മറ്റോ ഭരണം ഉണ്ടായിരുന്നു.
യൂണിയൻ ടെറിട്ടറി ഉൾപ്പെടെയായിട്ട് 15 സംസ്ഥാനങ്ങൾ യൂണിയൻ ടെറിട്ടറിയിലും ഭരണം ഉണ്ടായിരുന്നു. ഇന്ന് 3 സംസ്ഥാനങ്ങളിൽ കഷ്ടിച്ച് ഭരണം ഉണ്ടെന്ന് നമുക്ക് പറയാം. അത് നഷ്ടപ്പെടാൻ അധികം സമയം വേണ്ട എന്നുള്ള. അതിലൊന്ന് ഹിമാചലാണ്, നമുക്കത് അത്രയ്ക്ക് പറയാൻ പറ്റില്ല. പിന്നൊന്ന് കർണാടകയാണ്, പിന്നൊന്ന് തെലുങ്കാനയാണ്, പിന്നെ ഒരു പ്രതീക്ഷ വെച്ചിരിക്കുന്ന കേരളം, പിന്നെ ഇനി വരാൻ പോകുന്നത് കേരളമാണ്. അത് മാത്രമേ ഉള്ളൂ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇനി നടക്കുന്നതിൽ പിന്നെ തമിഴ്നാട്ടിലോ പശ്ചിമ ബംഗാളിലോ ഒന്നും അഡ്രസ്സ് ഉണ്ടാവാൻ പോണില്ല. തമിഴ്നാട്ടിൽ നിൽക്കുന്നത് പിന്നെ കരുണാനിധിയുടെ DMK-യുടെ പിന്നാലെ ശുഷ്കമായ സീറ്റും കിട്ടി അവിടെ അവരെ അനുകൂലിച്ച് പോകാനേ പറ്റുള്ളൂ. മമത എന്തെങ്കിലും സീറ്റ് കൊടുക്കുമെന്ന് തോന്നുന്നില്ല, അവർ തഴയും. അപ്പോൾ CPM-മായി ചേർന്ന് അവിടെ പോകേണ്ടി വരും. ഇതൊക്കെയാണ് അവരുടെ അവസ്ഥ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് പട്ടേലിൻ്റെ മകൻ. അതായത് ഇവർക്ക് ഈ സോണിയാഗാന്ധിക്കായാലും രാഹുൽ ഗാന്ധിക്കായാലും ഇവർക്ക് ആർക്കും രാഷ്ട്രീയം അറിയില്ല എന്ന് പോലും കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 95 പരാജയങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുമ്പോൾ അത് ആരായാലും പറഞ്ഞു പോകും. പിന്നെ ചില പിന്നെ പാദസേവകർ മാത്രമേ അങ്ങനെ പറയാതിരിക്കുകയുള്ളൂ. കാരണം ഇവിടുന്ന് പോയാൽ വേറെ ഇടവും ഗതിയില്ല. പിന്നെ ഇവിടെ കിട്ടുന്നത് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകിൽ ഡൽഹിയിൽ നിന്ന് പോയി വരാൻ ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അതെങ്കിലും വെച്ചിരിക്കാം. തൽക്കാലം ഒരു ദേശീയ പാർട്ടിയുടെ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരാണ് അധികവും. അതാണ് പാർട്ടിയുടെ അവസ്ഥ. അല്ല, കേരളത്തിലെ സ്ഥിതിയും വിഭിന്നമല്ലെന്നുള്ളതാണ്. ഒരിക്കലുമല്ല. കേരളത്തിലെ സ്ഥിതി ഇങ്ങനെ പോയാൽ ഭരണത്തിലേക്ക് എത്തുമോ എന്ന് സംശയിക്കേണ്ട വിധത്തിലായിരിക്കുന്നു. ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് മാത്രം 35ഓളം വിമതർ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നിടത്ത് നിന്ന് 35 വിമതരെ പുറത്താക്കിയിരിക്കുന്നു. ഒരു ജില്ലയിൽ നിന്ന് മാത്രമാണ്. ഇത് മൊത്തം വരുമ്പോൾ ഏതാണ്ട് 500-ൽ പരം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതും പിന്നെ കാലുമാറി വേറെ പാർട്ടിയിൽ പോയി പിന്നെ സ്ഥാനാർത്ഥിത്വം എടുത്തവരൊക്കെ ചേർന്നാൽ 500-ലധികം പേര് ഇപ്പം കോൺഗ്രസിൻ്റെ കൂടാരത്തിൽ നിന്ന് പോയി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന് എവിടെയാണ് കൺട്രോൾ? ആരാണ് കൺട്രോൾ? രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. അതിനിടയ്ക്ക് വേറെ ചിലർ അദ്ദേഹം മിടുക്കനാണെന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ പ്രശ്നം. ഇല്ലെങ്കിൽ CPM-ന് ഇപ്പം രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ നീങ്ങേണ്ട കാര്യമൊന്നും വരില്ലായിരുന്നു. അപ്പോൾ തള്ളിക്കളഞ്ഞു, വേറെ ചിലർ ഉൾക്കൊണ്ടു. അപ്പോൾ അതിനിടയ്ക്ക് അപ്പോൾ ഇയാൾ പാർട്ടിയുടെ ആളാണെന്ന് വന്നപ്പം CPM അതൊരു ആയുധമായിട്ടെടുത്തു. അയാളെ പൂട്ടാനും അയാൾക്കെ അറസ്റ്റ് ചെയ്യാനും, അറസ്റ്റ് ചെയ്ത് ഇലക്ഷന് വേറൊരു വെല്ലുവിളി ഉണ്ടാക്കാനും കഴിഞ്ഞില്ലേ. പക്ഷേ കേരളത്തിലൊന്നും സംഭവിക്കില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു വെല്ലുവിളിക്കുള്ളതായി പലതിനെയും പുകമറിയാനായിട്ട് ഒരു വിഷയം ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞു. കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അതിശക്തമായിട്ടൊരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നു. അത് മുതലെടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതല്ലേ പ്രശ്നം. ഇത് ഈ സമയം വരുമ്പോൾ മുതലെടുക്കാൻ പറ്റില്ലല്ലോ. അതാത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താണ്? ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിനെ മാക്സിമം കത്തിച്ച് നിർത്തുക എന്നുള്ളതാണ്. അതിന് കഴിയുന്നില്ല. അത് അവരെന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചാൽ കളയും. പത്രക്കാരിൽ ആരെങ്കിലും എഴുതി കൊടുത്താൽ അത് ജനം കുറച്ച് പേര് വായിച്ചിട്ടങ്ങ് അവസാനിപ്പിക്കല്ലേ ഇത്. ഈ ശബരിമല വിഷയം തന്നെ മതി ഇവർക്ക് 100% നേട്ടം ഉണ്ടാക്കാൻ കഴിയും. പലരും പറയുന്ന പോലെയല്ല. പലരും പറയുന്നുണ്ട് ഇത് ആചാരത്തിൻ്റെ ലംഘനമല്ലാത്തതുകൊണ്ട് ആൾ കയറ്റിട്ടില്ല. അങ്ങനെയല്ല. ആചാരത്തിൻ്റെ ലംഘനമല്ലാത്തത് കൊണ്ട് ആൾക്കാർ പുറത്തോട്ട് വന്ന് അറ്റാക്ക് ചെയ്തില്ല. ആചാരത്തിൻ്റെ ലംഘനത്തിന് പുറത്ത് വന്ന് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നം അറിയാമോ? ഇപ്പോൾ സ്ത്രീ പ്രവേശനം അതിനെ തടുക്കാനായിട്ട് വെളിയിലിറങ്ങി വന്ന് വലിയ തോതിൽ തടഞ്ഞില്ലെങ്കിൽ പിന്നെ സ്ത്രീ പ്രവേശനം ഒരു യാഥാർത്ഥ്യമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ശക്തമായ ആൾ വീടിന് വെളിയിൽ ഇറങ്ങി വന്നു. പക്ഷേ അയ്യപ്പൻ്റെ ഞാൻ കൊടുത്ത വഴിപാട് കൊടുത്ത സ്വർണവും ധനവും പലരും മോട്ടിച്ചുകൊണ്ട് പോകണു എന്നല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒറിജിനൽ കട്ടളപ്പടിയും വാതിലും മോട്ടിച്ചുകൊണ്ട് പോകണു എന്ന് പറയുമ്പോൾ ഉള്ളു വിങ്ങുന്നവരൊത്തിരിയുണ്ട്. അവൻ വെളിയിൽ വരുന്നില്ല. കാരണം ഇത് പോയി കഴിഞ്ഞു, സംഗതി അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു. ഇനിയിപ്പോൾ വെളി വന്നിട്ട് ബഹളം വെച്ചിട്ടും ഇംഗ്ലാ വിളിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിലും അതേ അമർഷമുണ്ട്. പലരും പറയുന്ന പോലെ അമർഷമില്ലാതല്ല, അമർഷം നിൽക്കുക തന്നെയാണ്. അമർഷം ഉള്ളിൽ വിങ്ങുകയാണ് പലരുടെയും മനസ്സിൽ. പിന്നെ പുറത്തു വരാത്തതെന്ന് വെച്ചാൽ സ്ത്രീ പ്രവേശനം പോലെ ഈ ആചാര ലംഘനമായിട്ടില്ല. അതുകൊണ്ട് ഇത് തുടരുമെന്ന് നമുക്ക് നിശ്ചയമില്ല. അപ്പം ഇത് SIT ഒക്കെ വന്ന് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളൊരു കൺസെപ്റ്റിൽ നിൽക്കുകയാണ്. ഹൈക്കോടതി ഇത്ര ഇടപെട്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആളുകളൊന്നും തണുത്ത് നിൽക്കുന്നില്ല. ഇല്ലെങ്കിൽ ഇത് ഭൂകമ്പം ഉണ്ടാക്കുന്ന വിഷയം തന്നെയാണ്. അതിനെപ്പോലും കത്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. അപ്പം ഫൈസൽ പട്ടേൽ പറഞ്ഞത് കറക്റ്റാണ്. കോൺഗ്രസ് ഒന്നുകിൽ ലിക്വിഡേറ്റ് ചെയ്യേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ നിന്ന് കൈമാറി വേറെ ആർക്കെങ്കിലും കൊടുക്കേണ്ട അവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്തായാലും നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും എന്ന് തോന്നുന്നു. അത് അദ്ദേഹം കാലേക്കൂട്ടി പറഞ്ഞത്
അദ്ദേഹത്തിൻ്റെ ഈ സ്പന്ദനങ്ങളൊക്കെ അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളായതുകൊണ്ടാണ്, പൊളിറ്റിക്സിലെ സ്പന്ദനങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ്. ഇത് എന്തായാലും അധികം താമസിയാതെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യാഥാർത്ഥ്യമാവും. അത് കർണാടകത്തിൽ നിന്ന് ആരംഭിക്കാതിരുന്നാൽ ഭാഗ്യമെന്നേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.